പ്രണവ് അഭിനയിച്ച ഡൈസറ സിനിമയുടെ ഒഫീഷ്യൽ OTT അവകാശം ആരാണ് മേടിക്കാൻ പോകുന്നത്? മാത്രമല്ല സിനിമയുടെ OTT റിലീസ് എന്നായിരിക്കും വരാൻ പോകുന്നത്? എന്തായാലും ആ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക്. അതിന് പക്ഷേ എല്ലാവരും കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് ചാനൽ. ഡൈസറ പ്രണവ് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച് നമ്മുടെ രാഹുൽ ദാശിവൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഏറ്റവും പ്രിയപ്രേത സിനിമയാണ് നമ്മുടെ ഡൈസറ എന്ന് പറഞ്ഞ സിനിമ. ഹലോവിൻ പ്രമാണിച്ച് ഒക്ടോബർ 31 സിനിമ വേൾഡ് വരെ റിലീസിന് വന്നത്. സിനിമയ്ക്ക് റിലീസിന് മുമ്പ് തന്നെ ആയിട്ട് ഒരു പെയ്ഡ് പ്രീമിയർ ഷോസ് ഇന്ത്യയിലും അതുപോലെ തന്നെ വേൾഡ് വൈഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു റെസ്പോൺസ് കാരണം സിനിമയ്ക്ക് പിന്നീട് അങ്ങോട്ട് പോസിറ്റീവ് തന്നെയാണ് കാണാൻ സാധിച്ചത്. സിനിമയുടെ റെസ്പോൺസ് ആണെങ്കിലും കളക്ഷൻ ആണെങ്കിലും. എന്തായാലും സിനിമയുടെ ടീം നോക്കുകയാണെങ്കിൽ നമ്മുടെ രാഹുൽ അണ്ണൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രണവ്, അതുപോലെ തന്നെ ക്രിസ്റ്റോ സേവിയർ ഒക്കെയാണ് സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ചെയ്തത്. പുള്ളിക്കാരനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഈ സ്റ്റേറ്റ് അവാർഡ് വരെ ലഭിച്ചത്, അതും പ്രമേഹം സിനിമയ്ക്ക്. നിലവിൽ സിനിമയുടെ OTT അവകാശം മേടിക്കാൻ ചാൻസ് കാണുന്നത് നമ്മുടെ സോണിയിലോ തന്നെയാണ്. കാരണം നമ്മുടെ രാഹുൽ അണ്ണന്റെ റീസെന്റ് പുറത്തിറങ്ങിയ സിനിമകളാണെങ്കിൽ നമ്മുടെ ഭൂതകാലമാണെങ്കിലും അതുപോലെ തന്നെ പ്രമേഹമാണെങ്കിലും രണ്ട് സിനിമകളും നമ്മുടെ സോണിയിലുമായിട്ടാണ് സിനിമയുടെ OTT ബിസിനസ് ഡീൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ സോണിയിലുമായിട്ടാണ് നല്ലൊരു ടൈപ്പ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈസറ സിനിമയും അതുപോലെ തന്നെ നമ്മുടെ സോണി ലെവല് OTT റിലീസ് പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ സിനിമയുടെ OTT റിലീസ് നവംബർ ലാസ്റ്റ് വീക്ക് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കാൻ നമുക്ക്. എന്തായാലും ഡിസംബർ വരെ പോകേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നവംബർ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും നമ്മുടെ ഡൈസറ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം നമ്മുടെ സോണി ലിവ് നടത്തുന്നതായിരിക്കും. മാക്സിമം പോയ സിനിമയുടെ OTT റിലീസ് നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ വരാനാണ് ചാൻസ് കാണുന്നത് കൂടുതലും നമ്മുടെ ഡൈസറ സിനിമയുടെ OTT റിലീസ്. എന്തായാലും നമ്മുടെ സോണി ലിവ് എന്തായാലും നവംബർ മിഡ് ആകുമ്പോഴേക്കും സിനിമയുടെ OTT റിലീസ് പ്രഖ്യാപനവുമായിട്ട് വരുന്നതായിരിക്കും. എന്തായാലും കാത്തിരിക്കാം നമുക്ക്. അതിന് പക്ഷേ എല്ലാവരും കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സബ്സ്ക്രിപ്ഷൻ പടം കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുക. പിന്നെ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ ചെക്കൗട്ട് ചെയ്യുക. സിനിമയെ കഴിഞ്ഞ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഒക്കെയുള്ള ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതിയ വീഡിയോ ആയിട്ട്. എന്തായാലും അതിന്റെ ലിങ്കും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. കാത്തിരിക്കുന്ന ചെയ്യുക. ഡൈസറ അതുപോലെ മറ്റ് സിനിമകളിലും കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് ചാനൽ ആദ്യം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് അതുപോലെ തന്നെ സ്റ്റോക്ക് സീരീസിന്റെ പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ ഫോളോ ചെയ്യുക. പെട്ടെന്ന് തന്നെ സിനിമകളുടെ OTT റിലീസ് അതിലൂടെ അറിയാൻ സാധിക്കുന്നതായിരിക്കും, പോസ്റ്റേഴ്സ് ആയിട്ടും അപ്ഡേറ്റ് ആയിട്ടും.